വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് പലപ്പോഴും പരീക്ഷണങ്ങളത്രേ. വിജയകരമായ ഓരോ പരീക്ഷണവും ഒരു മഹാസംഭവത്തിന് നാന്ദി കുറിക്കുന്നു. അതിന് ഉത്തര കേരളത്തിൻ്റെ പ്രഥമ നാട്യസാക്ഷ്യം ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ്. നവരസ വൈഭവത്തിൻ്റെ മഹാസാക്ഷ്യമായ ഗുരു. കീഴ്പയ്യൂരിലെ രാധാകൃഷ്ണ കഥകളി സംഘത്തിൻ്റെ അമരക്കാരായ കരുണാകരമേനോനും അപ്പുക്കുട്ടി നമ്പ്യാരുമായിരുന്നു നിയോഗമായി മാറിയ ബാലഗോപാലൻ എന്ന ആട്ടക്കഥയുടെ പരീക്ഷകർ. ഈ ആട്ടക്കഥയിലൂടെയാണ് 15 വയസ്സുകാരൻ കുഞ്ഞിരാമൻ നാട്യം വിരിയിച്ച് കഥകളി ചരിത്രത്തിൻ്റെ നാൾവഴികളിൽ മുദ്ര ചാർത്തിയത്. എന്നാൽ ഈ നവരസ കാഴ്ചകളുടെ മാസ്മരികതയ്ക്ക് പിന്നിൽ നിതാന്ത പരിശ്രമത്തിൻ്റെ 8 പതിറ്റാണ്ടുകളുണ്ടെന്ന് നാം അറിയുമ്പോൾ വിസ്മയം ചിന്തയ്ക്ക് വഴിമാറുന്നു. 1916 കോൽക്കളിയും പൊറാട്ട് നാടകങ്ങളും പൊലിമ കൊണ്ട ഒരു കാർഷിക ഗ്രാമത്തിൽ കൊയിലാണ്ടിക്കടുത്ത് മടയൻകണ്ടി ചാത്തുക്കുട്ടി നായരുടെയും കിണറ്റിൻകര അമ്മുക്കുട്ടി അമ്മയുടെയും രണ്ടാമത്തെ സന്താനമായാണ് മിഥുനമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ കുഞ്ഞിരാമൻ്റെ ജനനം. ശുഭകരമല്ലാത്ത ഒരു ജന്മിത്വ കാലത്തിൻ്റെ പിന്തുടർച്ച എന്നോണമായിരുന്നു കുഞ്ഞിരാമൻ്റെ കുട്ടിക്കാലം. 2 വയസ്സ് പിന്നിട്ടപ്പോൾ അമ്മയും 13-ാം വയസ്സിൽ അച്ഛനും കുഞ്ഞിരാമനെ ജീവിതത്തിൽ തനിച്ചാക്കി യാത്രയായി. തുടർന്ന് അമ്മാവന്മാരുടെ ശിക്ഷണത്തിലായിരുന്നു ജീവിതം. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലെ ഏകാന്ത ബോധമാവാം കുഞ്ഞിരാമൻ്റെ കാവ്യവൈഭവത്തിൻ്റെ ബീജം. ചെങ്ങോട്ടുകാവ് ഈസ്റ്റ് UP സ്കൂളിലെ 4-ാം തരം വരെയുള്ള പഠനമാണ് ഗുരുവിൻ്റെ വിദ്യാലയ ഓർമ്മകൾ. എന്നാൽ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അതിലേറെ തിളക്കം വാർഷിക ആഘോഷങ്ങളിൽ അവതരിപ്പിച്ചിരുന്ന ബാലനാടകങ്ങൾക്കായിരുന്നു. സ്കൂൾ പഠിച്ചൊക്കെ ചെങ്ങോട്ട സ്കൂളിലായിരുന്നു. അപ്പോൾ ആ സ്കൂൾ പഠിക്കുന്നതിന് ഞാൻ അവിടെ ഒരു വാർഷികം ഉണ്ടായിരുന്നു. അന്നൊരു നാടകമുണ്ടായിരുന്നു. അത് ഈ ഒരു അമ്മാളെന്ന് പറഞ്ഞ ഈ സ്ഥലം രാജാവിൻ്റെ അത് കണ്ട് ഞാൻ ആ രാജാവിൻ്റെ ആ പ്രൗഢി അതിൻ്റെ ഒരു ഭാര്യ പ്രസവിച്ചിട്ട് ഒരു കുട്ടി മരിച്ച് ആ കുട്ടീനെ എടുത്ത് മറ്റേ ഭാഗത്ത് അവർ കേസാണ്. രാജാവിൻ്റെ അടുത്ത് പോകുന്ന രാജാവ് പറഞ്ഞ പോകാൻ പറഞ്ഞു. രാജാവ് പറഞ്ഞു ഇതെൻ്റെ കുട്ടിയെന്ന് പറഞ്ഞല്ലോ അവളൊന്നാണ് തന്നത്. അപ്പോൾ രാജാവ് പറയുന്നു അവർക്ക് പേടിക്കണ്ട, നിങ്ങൾ ഈ കുട്ടീനെ 2 കഷ്ണമാക്കി 2 ആൾക്ക് കൊടുത്തു. അന്ന് അവൾ മറ്റുള്ള സമ്മതിച്ചു, ഇവിടെ സമ്മതിച്ചില്ല. എന്നിട്ട് അയ്യോ വേണ്ട ഇടയെന്ന് ചോദിച്ചോടെ എന്താ കുട്ടീനെ. അപ്പോൾ ഇവരുടെ ജയിലിലിട്ട് ആ ഭാവം ഞാൻ ആ കുട്ടീൻ്റെ
ആ വാളും പിടിച്ച് അങ്ങനെ കണ്ണൊക്കെ കയറ്റി പിടിച്ചു. അപ്പോൾ അതെനിക്ക് വലിയൊരു സന്തോഷമായിരിക്കും. അന്ന് വയലേലകളിലും തറവാട്ടുമുറ്റത്തും അനുഷ്ഠാന കലകളോടൊപ്പം നാടകവും പുഷ്ടിപ്പെട്ടിരുന്നു. ആ പിന്തുടർച്ചയിൽ വാര്യം വീട്ടിൽ കുഞ്ഞിരാമൻ കിടാവിൻ്റെ നാടകസംഘത്തിൽ കുഞ്ഞിരാമനും അംഗമായി. വള്ളി തിരുമണമെന്ന നൃത്തനാടകത്തിൽ വള്ളിയുടെ തോഴിയായിട്ടായിരുന്നു ആദ്യ ശ്രദ്ധേയ കഥാപാത്രം. രംഗസജ്ജീകാരകൻ ഗോവിന്ദമേനോനാണ് ആ സ്ത്രീവേഷക്കാരനെ രാധാകൃഷ്ണ കഥകളി സംഘത്തിൽ എത്തിച്ചത്. അതോടെ കുഞ്ഞിരാമൻ നായരുടെ കലാജീവിതത്തിൽ വഴിത്തിരിവായ രണ്ടാം ഖണ്ഡം പിറക്കുകയായിരുന്നു. കഥകളി പഠനം ആരോഗ്യത്തിന് ഹാനികരമെന്ന മൂഢവിശ്വാസമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടുതന്നെ ചേമഞ്ചേരിയിൽ നിന്ന് കീഴ്പയ്യൂരിലേക്ക് ഒളിച്ചോടേണ്ടി വന്നു ഗുരുവിന്. ആ ഒളിച്ചോട്ടത്തിൽ തുണയായത് ഏക പെങ്ങളുടെ മനസ്സും അവർ കുഞ്ഞനുജനെ ഏൽപ്പിച്ച 4 അണ തൊട്ടും മാത്രമായിരുന്നു. കഥകളി പഠിക്കണമെന്ന് ആഗ്രഹത്തോടുകൂടി ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ കാരണവരോട് അന്വേഷിച്ചു. കാരണവർ അത് വലിയ സമ്മതം തന്നില്ല. ഉച്ചിലൊക്കെ വലിയ കഷ്ടമാണ്, പോകണമെന്ന് തന്നെ പറഞ്ഞു. എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കാരണവർ സമ്മതമില്ലാണ്ട് പെങ്ങളോട് മാത്രം പറഞ്ഞിട്ടാണ് പോയത്, കഥകളി പോയത്. അങ്ങനെ കഥകളി പഠിക്കാൻ തുടങ്ങിയത്. രാധാകൃഷ്ണ കഥകളി സംഘത്തിലൂടെ തന്നെയാണ് കഥകളിയുടെ സമസ്ത വൈഭവവും സിദ്ധിച്ച കരുണാകരമേനോന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ കുഞ്ഞിരാമൻ നായർക്ക് കഴിഞ്ഞത്. അങ്ങനെ കരുണാകരമേനോന്റെ നേതൃത്വത്തിൽ നിരന്തര പരിശീലനത്തിന്റെ 3 വർഷക്കാലത്തിന് ശേഷം കീഴ്പയ്യൂർ കുനിയിൽ ക്ഷേത്രത്തിൽ അരങ്ങേറ്റം. അതിൽ പിന്നെ കാരംവള്ളി, മുല്ലപ്പള്ളി, പറശ്ശിനിക്കടവ്, കടത്തനാട് എന്നീ കഥകളി യോഗങ്ങളെ പ്രതിനിധീകരിച്ച് ഉത്തര കേരളത്തിലെ 100 കണക്കായ അരങ്ങുകളിൽ നിറഞ്ഞാടി കുഞ്ഞിരാമൻ നായർ. അച്യുത ഹരേ ജയ മാധവ വിഷ്ണു കൃഷ്ണലീലയും മാർക്കണ്ഡേയ ചരിതവും ദുര്യോധനവധവും ഇദ്ദേഹത്തിന്റെ പ്രഭയിൽ പുതിയ ആഖ്യാനങ്ങൾ തേടുകയായിരുന്നു. വേഷങ്ങൾ ഏതും പഥ്യമെങ്കിലും പച്ചവേഷത്തോടായിരുന്നു ഈ വേഷക്കാരനും കാഴ്ചക്കാർക്കും കൂടുതൽ പ്രണയം. അങ്ങനെയാണ് കുഞ്ഞിരാമൻ നായരുടെ കൃഷ്ണവേഷം കഥകളി പ്രിയരുടെ വിശേഷാൽ കാഴ്ചയായത്. സകല സകേ വിജയ സ്വാഗതമോ സുധാമ ഗുണധാമൻ സ്വാഗതമോ സുധാമ. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ജീവിതം കലയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒരാളാണ്. അങ്ങനത്തെ ആളുകളെ ഇപ്പോൾ കാണാൻ കിട്ടുന്നത് തന്നെ വളരെ ദുർലഭം. മാസ്റ്ററുടെ കലാജീവിതത്തെക്കുറിച്ച് ഉള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ട് പോലുമില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യകാല പഠനങ്ങളും ആ പഠനത്തിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ചില പ്രത്യേക വൈദഗ്ധ്യങ്ങളും ആ വൈദഗ്ധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കലാരംഗത്തേക്ക് പ്രവേശിച്ചതിൻ്റെ പ്രത്യേകതകളും ഒക്കെ ഇനിയും രേഖപ്പെടുത്തേണ്ടതായിട്ടാണുള്ളത്. പ്രധാനമായിട്ടും ഇപ്പോൾ നമുക്ക് അറിയുന്ന ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ പ്രസിദ്ധനായ ഒരു പച്ചവേഷക്കാരനാണ്. എന്ന് വെച്ചാൽ
അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃഷ്ണവേഷങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ പ്രശസ്തി. സാഹസം മാകുരു സാഹസം മാധവൻ ഞാൻ ഇല്ലയോ മാധവൻ ഞാനില്ലയോ ഇലക്കാകുലം നീയൊരു കാര്യത്തിലും അതുലമില്ലൊരു കാര്യത്തിലും അതുലമില്ലൊരു കാര്യത്തിലും അതോ ലോകപ്രസിദ്ധമല്ലോ ലോകപ്രസിദ്ധമല്ലോ മുന്നം ഞാൻ ചെയ്ത സഹായങ്ങൾ ഒക്കെയും ഞാൻ ചെയ്ത സഹായങ്ങളൊക്കെയും ഞാൻ മറന്നിട്ടോ നീ ഞാൻ മറന്നിട്ടോ നീയും കൂടെ മറപ്പതിനേഷ ഞാനെന്തൊന്നു ചെയ്തു സഖേ സഖേ. ഞാൻ കഥകളി ആദ്യം തന്നെ ശ്രീവേഷമാണ് കെട്ടിയിരുന്നത്. അപ്പോൾ കൃഷ്ണലീല ഒരു കഥകളി ഉണ്ടായിരുന്നു. അതിൽ കാളിയമർദ്ദൻ വരെ കൃഷ്ണൻ എന്നെ ചെല്ലടിച്ച് അതുപോലൊക്കെ ഞാൻ കൃഷ്ണൻ കെട്ടാൻ തുടങ്ങിയത്. അതിൽ എല്ലാ കളിക്കും എൻ്റെ കൃഷ്ണൻ ഉണ്ടാകാറ്, ഗുരുദാനാഥ തര. അപ്പോൾ ഞാൻ ഒരു അനുഭവം വെച്ചാൽ കോതംകുളത്ത് വെച്ചൊരു കഥകളി ഉണ്ടായിരുന്നു, ദുര്യോധന കഥ. അന്ന് എൻ്റെ കൃഷ്ണനായിരുന്നു. ഞാൻ ദുര്യോധനൻ പിടിച്ച് കെട്ടാൻ പുറപ്പാട് സുദർശന ഒരു വിശ്വരൂപത്തിലൊരു ഞാൻ ഒരെണ്ണം കയറി നിന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അത് എൻ്റെ മനസ്സെന്താ, എനിക്ക് ഞാൻ ഒരു വിശ്വരൂപം എടുത്തു എന്നുള്ള നിലയിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് അന്ന് ഏതോ ഉദ്യോഗസ്ഥൻ വന്നിട്ട് കൃഷ്ണൻ്റെ കാലിക്ക് വീഴുമെന്ന് എന്നോട് ബാലസുബ്രഹ്മണ്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ അറിയില്ല. ഇങ്ങനെ പിറ്റേന്ന് ഇങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞത്. അങ്ങനെ ഉണ്ടായിരുന്നു. അതപ്പോൾ അതിൽ നമ്മളൊരു വേഷം കെട്ടിയാൽ ആ വേഷം നമ്മളുടെ മനസ്സിൽ തന്നെ ഉണ്ടാകണം. അതോട് ആലോചിച്ച് വേണം കളിക്കണം. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ഇതുവരെ. പക്ഷേ അരങ്ങുകളിൽ നിന്നും അരങ്ങുകളിലേക്കുള്ള യാത്രകൾക്ക് ജീവിതമാർഗമാവാൻ ത്രാണിയില്ലെന്ന സത്യം കുഞ്ഞിരാമൻ നായരും തിരിച്ചറിയുകയായിരുന്നു. 10 കാ അരങ്ങ് പണവും തേച്ചു കുളിക്കാൻ എണ്ണയും ഭക്ഷണവുമത്രേ കഥകളി കലാകാരന്റെ പ്രതിഫലം. പക്ഷേ 40കളിലെ സാമൂഹിക മാറ്റങ്ങളിൽപ്പെട്ട് അക്കാലത്തെ കഥകളിയുടെ ഊർജ സ്രോതസ്സായ കോവിലകങ്ങളും തറവാടുകളും ക്ഷയിച്ചു തുടങ്ങി. അരങ്ങുകൾ അപൂർവമായപ്പോൾ ജീവിതം ഗതിമുട്ടി. കഥകളി കലാകാരന്മാർ മറ്റ് തൊഴിൽ മേഖലകൾ തേടി തെരുവിലിറങ്ങേണ്ടി വന്നു. ഈ കുത്തൊഴുക്കിലും പൂർവ്വ പുണ്യമെന്നോണം കുഞ്ഞിരാമൻ നായർക്ക് നാട്യജീവിതം തുടരാനായി. അല്പം ദിശാവ്യതിയാനം സംഭവിച്ചെന്ന് മാത്രം. നൃത്തകലയെന്ന കുഞ്ഞിരാമൻ നായരുടെ ജീവിതഖണ്ഡത്തിന്റെ തുടക്കം ഇവിടെ വെച്ചാണ്. അതിന് നിമിത്തമായതാവട്ടെ ഗാന്ധിജിയുടെ ഹരിജനോദ്ധാരണത്തിന് സ്വർണ്ണാഭരണങ്ങൾ സ്വമേധയാ സമർപ്പിച്ച് മാതൃകയായി മാറിയ കൗമുദി ടീച്ചറും. കുട്ടികളുടെ നൃത്താഭ്യാസ ചുമതല ഏറ്റെടുക്കേണ്ടി വന്നതോടെ കുഞ്ഞിരാമൻ നായർ ശാസ്ത്രീയ നൃത്തകലയെ ഗൗരവമായി കാണാൻ തുടങ്ങുകയായിരുന്നു. അങ്ങനെ കലാമണ്ഡലം മാധവൻ നായർ, മദ്രാസിലെ ബാലസരസ്വതി ഭായ്, സേലം നാട്യരത്നം രാജരത്നം പിള്ള എന്നിവരെ ഭരതനാട്യത്തിൽ ഗുരുനാഥന്മാരായി സ്വീകരിച്ചു. ഗുരു ഗോപിനാഥ്, ഉമാശങ്കർ, ബാലഭായ് എന്നിവരോടൊന്നിച്ചുള്ള നൃത്തശില്പങ്ങളുടെ അവതരണം, സംവിധാനം, ഫേരി സർക്കസ് കമ്പനിയുമൊത്തുള്ള ഭാരത പര്യടനം, ഗീതാ ഗോവിന്ദത്തെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയ അഷ്ടപതിയാട്ടം, ഇതെല്ലാം കുഞ്ഞിരാമൻ നായരുടെ നൃത്താധ്യായത്തിലെ സുവർണ ഏടുകളായിരുന്നു. കഥകളിയുടെ ഉത്തമാംശങ്ങൾ നൃത്തകലയിൽ സമന്വയിപ്പിക്കുകയെന്ന
ചരിത്ര ദൗത്യമായിരുന്നു ഈ കാലഘട്ടത്തിലുടനീളം ഗുരു നിർവഹിച്ചത്. എന്നാൽ അതിനു സമാന്തരമായി ഒരു നൃത്തവിദ്യാലയ സ്ഥാപകനും സംഘാടകനും എന്ന നിലയിൽ 1944 തന്നെ ശ്രദ്ധേയനായി തുടങ്ങിയിരുന്നു കുഞ്ഞിരാമൻ നായർ. കണ്ണൂരിലെ കലാലയത്തിൻ്റെ സ്ഥാപനത്തോടെയായിരുന്നു അത്. അതിൻ്റെ തുടർച്ചയെന്നോണം മേക്കുന്നത്ത് കുഞ്ഞികൃഷ്ണൻ നായരുടെ നിർദ്ദേശത്തിൽ തലശ്ശേരിയിൽ തുടങ്ങിയ ഭാരതീയ നാട്യ കലാലയവും കുഞ്ഞിരാമൻ നായർ യാഥാർത്ഥ്യമാക്കി. എന്നാൽ 1974 മലബാർ സുകുമാരൻ ഭാഗവതരോടൊപ്പം പൂക്കാട് കലാലയം സാക്ഷാത്കരിച്ചത് ഗുരു കുഞ്ഞിരാമൻ നായരുടെ ജീവിതത്തിലെ നിർണായകമായ ഒരേടായി വിലയിരുത്തപ്പെടുന്നു. സംഗീതവും നൃത്തവും സമന്വയിപ്പിച്ച പൂക്കാട് കലാലയമാവട്ടെ ഇന്ന് ഉത്തര കേരളത്തിലെ മികച്ച കലാകേന്ദ്രങ്ങളിൽ ഒന്നാണ്. ശാസ്ത്രീയ, അർദ്ധശാസ്ത്രീയ നാടോടി നൃത്തങ്ങൾ, നൃത്തശില്പനാടകങ്ങൾ, അഷ്ടപതിയാട്ടം, കേരള നടനം തുടങ്ങിയ നൃത്ത വൈവിധ്യങ്ങൾ പരീക്ഷിച്ച് വിജയിപ്പിച്ചെടുക്കുക എന്ന സൃഷ്ടിന്മുഖ കർമ്മം കൂടിയാണ് ഓരോ കലാകേന്ദ്രത്തിലൂടെയും ഗുരു കുഞ്ഞിരാമൻ നായർ നിർവഹിച്ചത്. നിരന്തരമായ ഈ ഓട്ടത്തിനിടെ കുഞ്ഞിരാമൻ നായർ താലോലിച്ച ഒരു വലിയ സ്വപ്നമായിരുന്നു ഉത്തരദേശത്തെ കഥകളിയുടെ പുനർജന്മം. 1983 ഏപ്രിൽ 28 ചേലിയ എന്ന ജന്മഗ്രാമത്തിൽ ഒരു കഥകളി വിദ്യാലയത്തിൽ അന്നത്തെ കേരള ഗവർണർ പി രാമചന്ദ്രൻ തിരിതെളിയിച്ചപ്പോൾ 3 പതിറ്റാണ്ട് കാലം താലോലിച്ച ഒരു സ്വപ്നം പൂവണിയുകയായിരുന്നു. നാടിൻ്റെ നാനാതുറകളിൽപ്പെട്ടവരുടെ നിസ്വാർത്ഥമായ പിന്തുണയുടെ സാക്ഷ്യപത്രം കൂടിയാണ് ചേലിയ കഥകളി വിദ്യാലയം. പ്രഗത്ഭ കഥകളി ആചാര്യൻ കൊച്ചു ഗോവിന്ദനാശാൻ കഥകളി പരിശീലന വിഭാഗത്തിൻ്റെ സാരഥ്യം വഹിക്കുകയും വിവിധ നൃത്ത പരിശീലന പദ്ധതികൾക്ക് ഗുരു തന്നെ നേതൃത്വം കൊടുക്കുകയും ചെയ്തതോടെ ചേലിയ കഥകളി വിദ്യാലയം പ്രൗഢോജ്ജലമായ ഒരു അനുഭവമായി മാറുകയായിരുന്നു. കഥകളി കൊയിലങ്ങളിലും വലിയ ആൾക്കാരുടെ ഉള്ളൂ. അത് ഒരു ശരിക്കും പോരാ. ഈ നമ്മളെ ജനങ്ങളുടെ ഇടയിൽ അത് പ്രചരിക്കണമെന്നുള്ളൊരു നിലയിൽ ഞാൻ ഇവിടെ ഒരു കഥകളി വിദ്യാലയമായിട്ട് തുടങ്ങിയതാണ്. ഇവിടെ ചെണ്ട, മദ്ദളം, ചൊട്ടി, വേഷം എല്ലാവരും ഇവിടെ ഉണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. അത് ഒരു ക്ഷേത്രം അതിപ്പോൾ കളിക്കുന്ന ഉണ്ട്. അത് എല്ലാവരും കഥകളിയിൽ നന്നാക്കി തീർക്കണം എന്നുള്ളതാണ് ഉള്ളത്. അത് ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ കളിക്കുന്നുണ്ട്. പിന്നെ സ്കൂളുകളിൽ പാഠപുസ്തകത്തിൽ അംസദവേന്തി, കലിതാവർ ഇതൊക്കെ കളിച്ച് വരുന്നുണ്ട്. അത് പ്രചാരം ഇട്ടുണ്ട്. അപ്പോൾ കഥകളിക്കൊരു പ്രചാരമായിട്ട് നടക്കുന്നുണ്ട്. ഇങ്ങനെ അത് തറവാട്ടുകളിലും അല്ലാതെ തന്നെ ജനകീയമായിട്ട് നമ്മൾ കൊണ്ടുപോകാനായി ഇത്ര ഞാൻ ഈ തിരക്കേറിയ ഈ നൃത്ത ലോകവുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അദ്ദേഹം ആരാധിച്ചുകൊണ്ട് നടന്ന ഒരു സ്വപ്നമായിരുന്നു കേരളത്തിലെ ഈ കഥകളി പാരമ്പര്യം തിരിച്ചു കൊണ്ടുവരുന്നതിന്, പ്രത്യേകിച്ച് ഉത്തര കേരളത്തിലെ കഥകളി പാരമ്പര്യം, നഷ്ടപ്പെട്ടു പോയ ഈ പാരമ്പര്യം തിരിച്ചു കൊണ്ടുവരുന്നതിന് ഒരു കഥകളി പഠിപ്പിക്കുന്നതിനുള്ള ഒരു സ്ഥാപനം ആരംഭിക്കുക. അങ്ങനെയാണ് 1983 തൻ്റെ ഈ തറവാട്ട് മുറ്റത്ത് തറവാട്ടിലെ അംഗങ്ങൾ ദാനമായി നൽകിയ ഒരു 10 സെൻറ്റ് സ്ഥലത്ത്
ഈ കേരളത്തിലെ ക്ലാസിക്കൽ കലകൾ മുഖ്യമായിട്ട് ഈ കഥകളി അഭ്യസിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് കഥകളി വിദ്യാലയം എന്ന് പറയുന്ന ഒരു സ്ഥാപനം ആരംഭിച്ചത്. അപ്പോൾ ഈ കഥകളി ഈ സ്ഥാപനം ആരംഭിച്ചിട്ട് ഏകദേശം 24 വർഷങ്ങൾ കഴിഞ്ഞു. ഈ 24 വർഷത്തിനിടയ്ക്ക് നമ്മുടെ ഉത്തര കേരളത്തിലെ ഈ കഥകളി പാരമ്പര്യം നിലനിർത്താൻ വേണ്ടിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കഥകളി വിദ്യാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് മിക്കവാറും എല്ലാ ആട്ടക്കഥകളും അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു കഥകളി യോഗം, അതായത് ഒരു കഥകളി ട്രൂപ്പ് കഥകളി വിദ്യാലയത്തിൻ്റെ ആഭിമുഖ്യത്തിലുണ്ട്. പിന്നെ ഗുരുവിൻ്റെ വളരെ കാലത്തെ പ്രയത്നം കൊണ്ട് സമ്പാദിച്ച ഒരു കഥകളി യോഗത്തിന് ആവശ്യമായ വളരെ വിലപിടിപ്പുള്ള കഥകളി കോപ്പുകൾ ഇന്ന് വിദ്യാലയത്തിന് സ്വന്തമായിട്ടുണ്ട്. കഥകളിക്ക് മുഖ്യമായി പ്രാധാന്യം കൊടുക്കുമ്പോൾ തന്നെ മറ്റ് ക്ലാസിക്കൽ കലാരൂപങ്ങളും ഇവിടെ അഭ്യസിപ്പിക്കുന്നുണ്ട്. അതായത് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കേരള നടനം, ഫോക്ക് ഡാൻസ്, ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ. അതോടൊപ്പം തന്നെ ചിത്രകല, തായമ്പക, ക്ലാസിക്കൽ സംഗീതം, ഇങ്ങനെയുള്ള കലാരൂപങ്ങളും ഇവിടെ അഭ്യസിപ്പിക്കുന്നുണ്ട്. ഈ എല്ലാ വിഭാഗങ്ങളുമായി കഥകളി വിഭാഗത്തിൽ ഏകദേശം 52 കുട്ടികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഏകദേശം ഒരു 150ഓളം വിദ്യാർത്ഥികൾ മറ്റ് വിഭാഗങ്ങളിലായും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
ക്ഷേത്രാങ്കണങ്ങളിൽ ഒതുങ്ങി നിന്ന കഥകളിയെ കൂടുതൽ ജനകീയവൽക്കരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഗുരു. നിരവധി വിദ്യാലയങ്ങളിൽ അവതരിപ്പിച്ച ഹംസവും ദമയന്തിയും, കലിവരുത്തിവെച്ച വിന എന്നീ കഥകളി പരിചയ പരിപാടികൾ അതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. സംഭവ ബഹുലമായ ഈ കർമ്മകാണ്ഡം നാം വായിച്ചെടുക്കുമ്പോൾ അതിനു സമാന്തരമായി തളർച്ചയേശാത്ത കഠിനതരമായ ഒരു വ്യക്തിജീവിതം കൂടി ഗുരുവിൻ്റെ ആരാധകരുടെ അകക്കണ്ണിൽ നിറയുന്നുണ്ട്. കൗമാരം കടക്കും മുമ്പ് യാത്ര പറഞ്ഞ മാതാപിതാക്കൾക്ക് പിന്തുടർച്ചയെന്നോണം 38ാമത്തെ വയസ്സിൽ ഭാര്യയും നഷ്ടപ്പെട്ടത് ഗുരുവിൻ്റെ ജീവിതത്തിലെ വലിയ പരീക്ഷണമായിരുന്നു. 7 വർഷം മാത്രം നീണ്ട ദാമ്പത്യ ജീവിതത്തിന് അന്ത്യം കുറിച്ച് സഹധർമ്മിണി ജാനകി യാത്രയായപ്പോൾ ഏകമകൻ പവിത്രന് 1 വയസ്സായിരുന്നു പ്രായം. ഇത്തരം ദുരന്തങ്ങളെ അതിജീവിക്കാനുള്ള ശക്തിയാണ് നാട്യജീവിതം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ഗുരു പറയും. നൃത്തനാടകങ്ങളും ഈ ക്ലാസ്സുകളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഓടി നടക്കുമ്പോഴും ഏതെങ്കിലും സമയം കിട്ടുമ്പോൾ വീട്ടിൽ ഓടിയെത്തും. വീട്ടിൽ ഓടിയെത്തിയിട്ട് ഞങ്ങളെ കുടുംബകാര്യങ്ങളൊക്കെ അന്വേഷിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ ഒരു താങ്ങും തണലുമായിട്ട് ഉണ്ടായിരുന്നത് അമ്മാവനാണ്. എന്നെ പഠിപ്പിച്ചതും ജ്യേഷ്ഠന്മാരെ പഠിപ്പിച്ചതും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നതൊക്കെ അമ്മാവനായിരുന്നു. കുടുംബവുമായി വല്ലാത്തൊരു ആത്മബന്ധമായിരുന്നു അമ്മാവനുണ്ടായിരുന്നത്. ശരിക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു താങ്ങും തണലുമായിരുന്നു അമ്മാവൻ. ഒരു ശക്തി സ്രോതസ്സായിരുന്നു. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ കലയോടുള്ള ഒരു സമർപ്പണ ഭാവമാണ്. അത് ഭരതനാട്യമായാലും കഥകളി ആയാലും മറ്റു നൃത്തരൂപങ്ങളായാലും ആ ഒരു താല്പര്യം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിന് പ്രായമില്ല എന്ന് നമ്മൾ പറയുന്നത്. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർക്ക് അദ്ദേഹത്തിൻ്റെ കലാപ്രകടനത്തിന് വാർദ്ധക്യം എന്നൊന്നില്ല. അത് നിത്യ യുവത്വമുള്ള ഒരു പ്രകടന രീതിയാണത്. ആ നിത്യ യുവത്വം കൈവരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഗുരുവിൻ്റെ കലയോടുള്ള താല്പര്യം തന്നെയാണ്. ആ താല്പര്യമാണ് വാസ്തവത്തിൽ പുതിയ തലമുറ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം. ചിട്ടയുറപ്പിച്ച് പഠിച്ച വ്യായാമ പാഠങ്ങൾ നവതിയിലും ജീവിതത്തിൽ പകർത്തുന്നുണ്ട് ഗുരു. ചെറുപ്പം തൊട്ടേ കണ്ടറിഞ്ഞ കാർഷിക ചര്യകൾക്കൊപ്പമാണ് ഗുരുവിൻ്റെ മനസ്സ്. അതുകൊണ്ടുതന്നെ പ്രശസ്തിയുടെ കൊടുമുടിയിലും ലാളിത്യത്തിൻ്റെ സമതലങ്ങളോടായിരുന്നു ഇദ്ദേഹത്തിന് പ്രിയം. പുരസ്കാരങ്ങളാലും ബഹുമതികളാലും ഗുരു ആദരിക്കപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ കൃതാർത്ഥത നേടിയത് കേരളത്തിൻ്റെ നടനകലകളാണ്. 1999 കേരള സംഗീത നാടക അക്കാദമി വിശിഷ്ടാംഗത്വം നൽകി ആദരിച്ചു. 2001 കേരള കലാമണ്ഡലം ആ വർഷത്തെ പ്രശസ്ത കലാകാരനുള്ള പുരസ്കാരവും നൽകി. 2002 കലാതർപ്പണയുടെ നാട്യകുലപതി പുരസ്കാരം തുടങ്ങിയ സർക്കാരിതര പുരസ്കാരങ്ങളും ഗുരുവിനെ തേടിയെത്തിയിട്ടുണ്ട്. 2006 ഏപ്രിലിൽ ശിഷ്യരും ആരാധകരും സഹൃദയരും ഒത്തൊരുമിച്ച് ആഘോഷമാക്കി മാറ്റിയ ഗുരുവിന്റെ നവതി കലാകേരളം കണ്ട അവിസ്മരണീയ മുഹൂർത്തമായിരുന്നു. മൂല്യബോധങ്ങളെ മുറുകെ പിടിച്ച് നടനകലകളെ ഒരു കുടക്കീഴിൽ സാക്ഷാത്കരിച്ച് ഉത്തര കേരളത്തിന്റെ നടനബോധത്തെ നയിച്ച ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ഇന്ന് ചേമഞ്ചേരി എന്ന ഒരു നാടിന്റെ മാത്രം അഭിമാനമല്ല, അതിനുള്ള അവകാശികൾ മലയാളക്കര ഒട്ടാകെയാണ്.
ആ